Hi, welcome to Lash Class. Calicut University second semester Advanced English Language Skills for Humanities-ലെ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഗാന്ധി ആൻഡ് നാരായണ ഗുരു എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിലൊരു സംഭാഷണമാണ്. നമ്മളിവിടെ ഈ സംഭാഷണത്തിൻ്റെ ഒരു സമ്മറിയും ഇതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിലെ സമ്മറി നോക്കാം. During Mahatma Gandhi's visit to Vaikom in 1924 to support the Satyagraha against caste-based discrimination, he engaged in a profound dialogue with the social reformer Narayana Guru. 1924 വൈക്കം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് മഹാത്മാഗാന്ധി കേരളത്തിലേക്ക് വന്നത്. വൈക്കം സത്യാഗ്രഹം നമുക്കറിയാം, ജാതിയുടെ പേരിൽ ചില ആളുകൾക്ക് പൊതുവഴി ഉപയോഗിക്കാനുള്ള അവകാശം നിഷേധിച്ചിട്ടുള്ള ഒരു ജാതി വിവേചനത്തിനെതിരെ നടന്നിട്ടുള്ള സമരമാണ്. ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി കേരളത്തിൽ വന്ന സമയത്താണ് മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും ഈ ജാതീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെയാണ് ഈ സംഭാഷണത്തിൽ അവർ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ സിൻസ് ദേ സ്പോക്ക് ഡിഫറെൻറ്റ് ലാംഗ്വേജസ്, ട്രാൻസ്ലേറ്റർ എൻ കുമാരൻ ഫെസിലിറ്റേറ്റഡ് ദെയർ കോൺവെർസേഷൻ. ഇനി ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ലാംഗ്വേജ് ഉണ്ടായിരുന്നില്ല. ശ്രീനാരായണ ഗുരു മലയാളം സംസാരിക്കും, സ്വാഭാവികമായിട്ടും സംസ്കൃതം സംസാരിക്കും. മഹാത്മാഗാന്ധി ആണെങ്കിൽ ഹിന്ദിയും ഇംഗ്ലീഷും സംസാരിക്കും, അദ്ദേഹത്തിന് സംസ്കൃതം സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവർ ഒരു ട്രാൻസ്ലേറ്ററെ വെച്ചുകൊണ്ട്, എൻ കുമാരൻ എന്ന ഒരു അഡ്വക്കേറ്റാണ് ഇവർക്കിടയിൽ ഒരു ട്രാൻസ്ലേറ്ററായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ആ സംഭാഷണം അവർ നടത്തുന്നത്. Their discussion addressed pressing issues, including caste oppression, strategies for social reform, and the relationship between spirituality and equality. ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ സംഭാഷണത്തിൽ ഇവർ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ആ കാലഘട്ടത്തിലെ പ്രധാന വിഷയമായിരുന്ന ഈ ജാതി വിവേചനം, അതുപോലെ തന്നെ സാമൂഹ്യ പരിഷ്കരണം, പിന്നെ ആത്മീയത, അതുപോലെ ഇക്വാലിറ്റി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടാണ് ഇവർ ചർച്ച ചെയ്യുന്നത്. Gandhi opened the dialogue by asking whether Hindu scriptures sanctioned untouchability. അപ്പോൾ ഗാന്ധി സംഭാഷണം ആരംഭിക്കുന്നത് ശ്രീനാരായണ ഗുരുവിനോട് ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഹിന്ദു മതഗ്രന്ഥങ്ങൾ അൺടച്ചബിലിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ അയിത്തം എന്ന ഈ ഒരു അനാചാരം ഹിന്ദു മതഗ്രന്ഥങ്ങളിൽ പറയുന്ന ഒരു കാര്യമാണോ എന്നാണ് ഗാന്ധി ഗുരുവിനോട് ചോദിക്കുന്നത്. ഗുരു ഫേംലി ഡിനൈഡ് എനി റിലീജിയസ് ജസ്റ്റിഫിക്കേഷൻ ഫോർ കാസ്റ്റ് ഹൈറാർക്കീസ്. അപ്പോൾ ഗുരു ക്ലിയർ ആയിട്ട് പറയുന്നു, അങ്ങനെ മതഗ്രന്ഥങ്ങളിലൊന്നും ഇതുപോലെ അയിത്തം ആചരിക്കണം എന്നുള്ള കാര്യമൊന്നും പറയുന്നില്ല. ഇവിടെ നടക്കുന്നത് ഒരു സാമൂഹിക അനാചാരമാണെന്നുള്ള രീതിയിൽ അവിടെ പറയുന്നു. When discussing ways to uplift marginalized communities, he emphasized education and economic empowerment as essential tools for progress. ഇനി എങ്ങനെ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കും, അതിനുവേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മതത്തിനകത്ത് എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഈ സാമ്പത്തികമായിട്ടുള്ള സമത്വവുമാണ് ഇവിടെ നടപ്പിലാക്കേണ്ടത് എന്നുള്ളൊരു അഭിപ്രായമാണ് ശ്രീനാരായണ ഗുരു പങ്കുവയ്ക്കുന്നത്. However, he advised caution against hastily promoting intercaste dining or marriages, advocating instead for gradual social integration. ഇനി മഹാത്മാഗാന്ധിയുടെ ഒരു പ്രവൃത്തിയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നത് ഇൻ്റർ കാസ്റ്റ് ഡൈനിങ് ആണ്. അതായത് അയിത്തം, തൊട്ടുകൂടായ്മ എന്നുള്ളതൊക്കെ മാറ്റിക്കൊണ്ട് പല ജാതിയിൽ പെട്ട ആളുകൾ ഒരുമിച്ചിരിക്കുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, അത്തരത്തിലുള്ള പ്രവൃത്തികളാണ് മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ ശ്രീനാരായണ ഗുരു പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ ഒരുപക്ഷെ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് പോലും ഈ ജാതി മാറി വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ട് ഒരു പ്രശ്നമുണ്ടാക്കുന്ന രീതിയിലേക്ക് നമുക്ക് പോകണ്ട. പകരം ഈ വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ സാമ്പത്തിക സമത്വത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സോഷ്യൽ റിഫോർമേഷനാണ്, സാമൂഹിക പരിഷ്കരണമാണ് നമുക്ക് ചെയ്യേണ്ടത്. പിന്നെ ഈ ഇൻ്റർകാസ്റ്റ് മാരേജും ഇൻ്റർകാസ്റ്റ് ഡൈനിങ്ങും ഒക്കെ പിന്നീട് സമൂഹത്തിൽ സംഭവിച്ചു വരും എന്നുള്ള രീതിയിലാണ് ശ്രീനാരായണ ഗുരു അഭിപ്രായപ്പെടുന്നത്. ഗാന്ധി അണ്ടർസ്കോർഡ് ദ പവർ ഓഫ് നോൺ വയലന്റ് സത്യാഗ്രഹ, എ സ്റ്റാൻസ് ഗുരു എൻഡോസ്ഡ്. അതിനുശേഷം ഗാന്ധി അദ്ദേഹത്തിൻ്റെ അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള സത്യാഗ്രഹത്തിൻ്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ സാമൂഹ്യ പരിഷ്കരണത്തിന് അക്രമത്തിൻ്റെ മാർഗം സ്വീകരിക്കാതെ സത്യാഗ്രഹത്തിൻ്റെ മാർഗം, അഹിംസയുടെ മാർഗം സ്വീകരിക്കുന്നതാണ് നല്ലത് എന്ന് ഗാന്ധി അഭിപ്രായപ്പെടുന്നു. ശ്രീനാരായണ ഗുരു ആ അഭിപ്രായത്തോട് യോജിക്കുകയാണ് ചെയ്യുന്നത്. When Gandhi asked whether Hindu scriptures permitted the use of violence,
Guru clarified that while texts like the Puranas historically justified it for kings in specific contexts, violence held no moral legitimacy in ordinary societal disputes. അപ്പോൾ ഈ ഒരു സമയത്തും ഗാന്ധി വീണ്ടും മതഗ്രന്ഥങ്ങളിൽ എന്താണ് പറയുന്നത് എന്നാണ് ഗുരുവിനോട് ചോദിക്കുന്നത്. അതായത് അക്രമത്തിൻ്റെ മാർഗം, ന്യായം നടപ്പിലാക്കുന്നതിന് വേണ്ടി അക്രമം ഉപയോഗിക്കുന്നതിനെ മതഗ്രന്ഥങ്ങൾ ന്യായീകരിക്കുന്നുണ്ടോ എന്നാണ് ഗാന്ധി ഗുരുവിനോട് ചോദിക്കുന്നത്. അപ്പോൾ ഗുരു പറയുന്ന മറുപടി, ഈ പുരാണങ്ങളിലും മറ്റുമൊക്കെ രാജാക്കന്മാർ യുദ്ധവും മറ്റും അങ്ങനെയുള്ള അക്രമങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ നീതിയും ന്യായം നടപ്പിലാക്കുന്നതിന് വേണ്ടി. പക്ഷെ അത് രാജാക്കന്മാർക്ക് പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം അനുവദിച്ചിട്ടുള്ളൊരു കാര്യം എന്ന രീതിയിലാണ് സാധാരണ പൗരന്മാർക്ക് സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളിൽ അക്രമത്തിൻ്റെ മാർഗം മതഗ്രന്ഥങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് ഗുരു അഭിപ്രായപ്പെടുന്നു. കൂടാതെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമാധാനപരമായിട്ടുള്ള അഹിംസയിലുള്ള ഒരു സമരമാർഗം തന്നെയാണ് നല്ലത് എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഗുരു പങ്കുവയ്ക്കുന്നത്. Their discussion also explored religious conversion and spirituality. ഇതുകൂടാതെ മതപരിവർത്തനത്തെക്കുറിച്ചിട്ടും ആത്മീയതയെക്കുറിച്ചിട്ടും അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ആ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ജാതി വിവേചനം നേരിടുന്ന ആളുകൾ അതിന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് മറ്റു മതങ്ങളിലേക്ക്, ബുദ്ധമതത്തിലേക്കോ അല്ലെങ്കിൽ ഇസ്ലാം ക്രിസ്ത്യൻ മതങ്ങളിലേക്കോ പരിവർത്തനം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ട് അവിടെ അവർ ഡിസ്കസ് ചെയ്യുന്നു. Reflecting on contemporary religious conversions, Gandhi questioned whether Hinduism alone was sufficient for spiritual salvation. അപ്പോൾ ഇങ്ങനെ ആളുകൾ മതപരിവർത്തനം നടത്തുന്ന ഒരു സാഹചര്യത്തിൽ ഗാന്ധി ഗുരുവിനോട് ചോദിക്കുന്നത്, ഗുരു ഒരു ഹിന്ദുമത ആചാര്യൻ എന്നുള്ള രീതിയിലാണ് ഗാന്ധി കാണുന്നത്, ഹിന്ദുമതം കൊണ്ട് മോക്ഷം നേടാൻ സാധിക്കില്ലേ, ഹിന്ദുമതത്തിനകത്ത് ആത്മീയത പര്യാപ്തമല്ലേ, എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ മതപരിവർത്തനം നടത്തുന്നത് എന്നാണ്, അത് ഹിന്ദുമതത്തിൻ്റെ ഒരു കുറവാണോ എന്നാണ് ഗാന്ധി ചോദിക്കുന്നത്. ഗുരു however took the pragmatic stance. ഗുരു പക്ഷേ ഈ വിഷയത്തെ പ്രായോഗികമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെയാണ് നോക്കിക്കാണുന്നത്. He observed that oppressed communities often converted not for spiritual reasons but to escape caste-based persecution. ഗുരു നടത്തുന്ന നിരീക്ഷണം എന്ന് പറയുന്നത് ഈ കാസ്റ്റ് ബേസ്ഡ് ഒപ്രഷനിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ തൊട്ടുകൂടായ്മ, അയിത്തം തുടങ്ങിയിട്ടുള്ള അനാചാരങ്ങൾ, അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ആളുകൾ മറ്റു മതങ്ങളിലേക്ക് പോകുന്നത്. അതല്ലാതെ ആത്മീയമായിട്ടുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് അല്ല പ്രധാനമായിട്ടോ ചെയ്യുന്നത് എന്നുള്ള നിരീക്ഷണമാണ് ഗുരു മുന്നോട്ട് വയ്ക്കുന്നത്. This distinction highlighted his nuanced understanding of conversion as a pursuit of dignity rather than theological dissent. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഗാന്ധിയുടെയും ഗുരുവിൻ്റെയും വീക്ഷണത്തിലുള്ള ഒരു വ്യത്യാസം പ്രകടമായിട്ട് കാണുന്നത്. മഹാത്മാഗാന്ധി ഈ മതപരിവർത്തനത്തെ നോക്കിക്കാണുന്നത് ഹിന്ദു മതം കൊണ്ട് മോക്ഷം നേടാൻ സാധിക്കില്ലേ, ഹിന്ദു മതത്തിൻ്റെ കുറവ് കൊണ്ടാണോ ഈ ഒരു മതപരിവർത്തനം നടത്തുന്നത് എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഗുരു പ്രായോഗികമായിട്ടാണ് നോക്കിക്കാണുന്നത്, ഹിന്ദു മതത്തിൽ അവരെ ജാതീയമായിട്ട് അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്, അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവർ മറ്റു മതങ്ങളിലേക്ക് പോകുന്നത്, അത് ആത്മീയമായിട്ടല്ല പ്രധാനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് വീക്ഷിക്കാൻ ഗുരുവിന് കഴിയുന്നതായിട്ട് നമുക്കിവിടെ കാണാം. On inclusivity, Guru proudly noted that his temples, including the Shivagiri Mutt, welcomed all castes, with marginalized communities actively participating in rituals and educational initiatives. ഇനി ഇൻക്ലൂസിവിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഗുരു അദ്ദേഹത്തിൻ്റെ ശിവഗിരി മഠത്തിൽ ഉൾപ്പെടെയുള്ള മറ്റ് ആശ്രമങ്ങളിലെല്ലാം തന്നെയും എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളെയും അവിടെ സ്വീകരിക്കുന്നുണ്ട് എന്നും അവിടുത്തെ പൂജയിലും അതുപോലെ തന്നെ അവിടുത്തെ ഈ എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസിലും പഠന കാര്യങ്ങളിലും ജാതി നോക്കാതെ എല്ലാവരെയും സ്വീകരിക്കുകയും പങ്കെടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഗുരു പറയുന്നു. Their conversation concluded on a hopeful note, with Guru humorously inviting Gandhi to return and witness the fruition of their efforts. അപ്പോൾ ഗാന്ധി സ്വാഭാവികമായിട്ടും ഗുരുവിൻ്റെ ഈ ഒരു പ്രവൃത്തിയെ പ്രശംസിക്കുന്നുണ്ട്. ഇനി ഈ സംഭാഷണം അവസാനിക്കുന്നത് ഒരു ഒപ്റ്റിമിസ്റ്റിക് നോട്ടോട് കൂടിയിട്ടാണ്, ഒരു ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ടാണ്. ഗുരു ഗാന്ധിയെ വീണ്ടും കേരളത്തിലേക്ക് വരാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. കുറച്ച് കാലങ്ങൾക്ക് ശേഷം കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഈ പ്രവർത്തനങ്ങളിലേക്ക് ഒരു ഫലം നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഗുരു പറയുന്നത്. Gandhi optimistically replied that he believed success would manifest within his lifetime. ഗാന്ധി ആ ക്ഷണം സ്വീകരിക്കുകയും കൂടാതെ അദ്ദേഹത്തിൻ്റെ ജീവകാലത്ത് തന്നെ ഈ സാമൂഹിക മാറ്റം കാണാനാകുമെന്നുള്ളൊരു പ്രതീക്ഷ പങ്കുവയ്ക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ കോൺവെർസേഷൻ അവസാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കോൺവെർസേഷനിൽ കാണുന്നത് ഗാന്ധിയും ശ്രീനാരായണ ഗുരുവും ഒരുപോലെ തന്നെ ജാതി വിവേചനത്തെ എതിർക്കുന്നുണ്ട്. എന്നാൽ രണ്ടു പേർക്കും അതിൽ വ്യത്യസ്തമായിട്ടുള്ള സമീപനങ്ങളാണ് ഉള്ളത് എന്ന് നമ്മൾ ഇവിടെ കാണുന്നു.
ഇനി ഇതിലെ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് വാസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ഗാന്ധീസ് വിസിറ്റ് ടു കേരള ഇൻ 1925? ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള സന്ദർശനത്തിൻ്റെ പ്രാഥമിക ഉദ്ദേശം എന്തായിരുന്നാണ് ചോദിക്കുന്നത്. Gandhi visited Kerala in 1925 primarily to support the Vaikam Satyagraha, which protested against caste-based restrictions on public roads near temples. ഗാന്ധി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈക്കം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. വൈക്കം സത്യാഗ്രഹത്തിനകത്ത് ജാതിയുടെ പേരിൽ ക്ഷേത്രങ്ങൾക്ക് സമീപത്തുള്ള പൊതുവഴികൾ ചില ആളുകൾക്ക് ഉപയോഗിക്കാൻ നിഷേധിക്കുന്നതിന് എതിരായി നടന്നിട്ടുള്ള സമരമാണ്. ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗാന്ധി വന്നിട്ടുള്ളത്. ഗാന്ധി മെറ്റ് വേരിയസ് സോഷ്യൽ റിഫോമേഴ്സ് ആൻഡ് എക്സ്പ്രസ്ഡ് സോളിഡാരിറ്റി ഇൻ ദ ഫൈറ്റ് അഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ഈ ഒരു വരവിൽ ഗാന്ധിയുടെ ഉദ്ദേശമുണ്ടായിരുന്നത് ഇതുപോലെ പല സാമൂഹ്യ പരിഷ്കർത്താക്കളെയും കാണുകയും അതുപോലെ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് അവരെ അറിയിക്കുകയും എന്നുള്ളതായിരുന്നു. ഹൂ ആക്ടഡ് ആസ് എ ട്രാൻസ്ലേറ്റർ വെൻ ഗാന്ധി ആൻഡ് ശ്രീനാരായണ ഗുരു ടോക്ഡ്? ഇനി ഇവരുടെ സംഭാഷണത്തിൽ ആരാണ് ട്രാൻസ്ലേറ്ററായിട്ട് പ്രവർത്തിച്ചിരുന്നത്? ഗാന്ധി ആൻഡ് ഗുരു നീഡഡ് എ ട്രാൻസ്ലേറ്റർ ആസ് ദ ഡിഡ് നോട്ട് സ്പീക്ക് എ കോമൺ ലാംഗ്വേജ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടുപേർക്കും ഒരു കോമൺ ലാംഗ്വേജ് ഇല്ലാത്തത് കാരണം ഒരു ട്രാൻസ്ലേറ്ററെ ആവശ്യമായിരുന്നു. എൻ കുമാരൻ, എ ലോയർ, acted as a translator during the conversation between Gandhi and ശ്രീനാരായണ ഗുരു. എൻ കുമാരൻ എന്നു പേരുള്ള ഒരു ലോയർ അല്ലെങ്കിൽ ഒരു വക്കീലാണ് ഇവർ തമ്മിലുള്ള സംഭാഷണത്തിൽ ഒരു ട്രാൻസ്ലേറ്ററായിട്ട് പ്രവർത്തിക്കുന്നത്. വാട്ട് വാസ് നാരായണ ഗുരു സ്റ്റാൻസ് ഓൺ യൂസിങ് ഫോഴ്സ് ഇൻ സോഷ്യൽ റിഫോം? ഇനി സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ സമരങ്ങളിൽ അക്രമം ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ട് നാരായണ ഗുരുവിൻ്റെ അഭിപ്രായം എന്തായിരുന്നു? നാരായണ ഗുരു ഒപ്പോസ് ദ യൂസ് ഓഫ് ഫോഴ്സ് ഇൻ സോഷ്യൽ റിഫോം. ഈ സാമൂഹ്യ പരിഷ്കരണ സമരങ്ങളിൽ അക്രമം ഉപയോഗിക്കുന്നതിനെ നാരായണ ഗുരു എതിർക്കുകയാണ് ചെയ്തത്. He stated that while Hindu scriptures allowed it for kings in certain circumstances, it was not justified for common people. പുരാണങ്ങളിലും മറ്റുമൊക്കെ കാണുന്നത് പോലെ രാജാക്കന്മാർ യുദ്ധത്തിലും മറ്റുമൊക്കെ ചില പ്രത്യേക സാഹചര്യങ്ങൾ അത് ചെയ്യുന്നുണ്ടെങ്കിലും സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിട്ട് സാമൂഹിക തർക്കങ്ങളിൽ അക്രമം ഉപയോഗിക്കാതിരിക്കുന്നതാണ് സമാധാനത്തിലുള്ള സമരമാണ് നല്ലത് എന്ന അഭിപ്രായമാണ് ശ്രീനാരായണ ഗുരു പങ്കുവച്ചത്. വാട്ട് വർ ദ മെയിൻ തീംസ് ഡിസ്കസ്ഡ് ഇൻ ദ ഡയലോഗ് ബിറ്റ്വീൻ ഗാന്ധി ആൻഡ് നാരായണ ഗുരു? ഇനി ഈ സംഭാഷണത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള പ്രധാന തീമുകൾ എന്തെല്ലാമായിരുന്നു? The dialogue focused on caste discrimination, untouchability and social reform. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജാതി വിവേചനം, അതുപോലെ തന്നെ അയിത്തം, പിന്നെ സാമൂഹിക പരിഷ്കരണം എന്നീ വിഷയങ്ങളിലാണ് ഇവർ ഡിസ്കഷൻ നടത്തിയത്. They discussed the role of education and economic opportunities for marginalized communities, the use of force in protest, and the necessity of conversion for freedom or spiritual salvation. അവർ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങൾക്കകത്ത് വിദ്യാഭ്യാസത്തിൻ്റെയും അതുപോലെ തന്നെ സാമ്പത്തിക സമത്വത്തിൻ്റെയും ഒരു പ്രാധാന്യം, അതുപോലെ തന്നെ ഈ സമരമാർഗങ്ങളിൽ അക്രമം ഉപയോഗിക്കുന്നതിൻ്റെ ഒരു സാധ്യത, പിന്നെ ഈ സ്പിരിച്വാലിറ്റിക്കും അതുപോലെ ഇക്വാലിറ്റിക്കും വേണ്ടിയിട്ട് മതപരിവർത്തനം നടത്തുക തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലാണ് ഇവർ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഹൗ ഡിഡ് ദ മീറ്റിംഗ് ബിറ്റ്വീൻ ഗാന്ധി ആൻഡ് നാരായണ ഗുരു ഇമ്പാക്ട് ദി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് ആൻഡ് സോഷ്യൽ റിഫോം? ഗാന്ധിയും നാരായണ ഗുരുവും തമ്മിലുള്ള ഈ ഒരു കൂടിക്കാഴ്ചയും സംഭാഷണവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയും അതുപോലെ തന്നെ സാമൂഹിക പരിഷ്കരണത്തെയും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? The meeting between Gandhi and Guru strengthened the connection between social reform within the nationalist movement. അപ്പോൾ ഇന്ത്യയിൽ അക്കാലത്ത് നടക്കുന്ന ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവും അതുപോലെ തന്നെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനവും തമ്മിൽ ബന്ധപ്പെടുത്തുന്നതിന് ഈ ഒരു കൂടിക്കാഴ്ചയും സംഭാഷണവും സഹായകമായി. Gandhi was influenced by Guru's emphasis on education and economic upliftment rather than abrupt social changes. അപ്പോൾ ഈ ഒരു സംഭാഷണത്തിനകത്ത് ശ്രീനാരായണ ഗുരു വിദ്യാഭ്യാസത്തിൻ്റെയും അതുപോലെ തന്നെ സാമ്പത്തിക സമത്വത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞിരുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഗാന്ധി ഇംപ്രസ്ഡ് ആവുകയും ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് അത്തരം ആശയങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു. ദ മീറ്റിംഗ് ഹെൽപ്ഡ് സ്ട്രെങ്തൻ വൈക്കം സത്യാഗ്രഹ, എ മൂവ്മെൻറ്റ് അഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. ഇതുകൂടാതെ സ്വാഭാവികമായിട്ടും വൈക്കം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് ഗാന്ധി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മഹാത്മാഗാന്ധിയെ പോലെ ആ കാലഘട്ടത്തിലെ വലിയ ഒരു ദേശീയ നേതാവ് ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതെല്ലാം തന്നെ ആ ഒരു ജാതി വിവേചനത്തിനെതിരായിട്ടുള്ള സമരത്തിന് ശക്തിപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു.
It also inspired future movements integrating caste reform into India's independent struggle. ഇതുകൂടാതെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് ജാതി വിവേചനത്തിനെതിരായിട്ടുള്ള പോരാട്ടം കൂടി കൊണ്ടുവരുന്നതിന് ഈ ഒരു കൂടിക്കാഴ്ച സഹായകമായിരുന്നു. The meeting highlighted non-violent resistance as a key tool for social justice. ഇതുകൂടാതെ non-violent resistance, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വീകരിച്ചിട്ടുള്ള അഹിംസയുടെ മാർഗം സാമൂഹിക പരിഷ്കരണത്തിന് കൂടി സ്വീകരിക്കാൻ കഴിയും എന്നുള്ളൊരു സന്ദേശം കൂടി ഈ ഒരു കൂടിക്കാഴ്ചയും സംഭാഷണവുമെല്ലാം നൽകുകയുണ്ടായി. Discuss the significance of the Vaikom Satyagraha and its impact on Indian society. ഇനി വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രാധാന്യവും ഇന്ത്യൻ സമൂഹത്തിൽ അത് സൃഷ്ടിച്ച സ്വാധീനവുമാണ് ചോദിക്കുന്നത്. വൈക്കം സത്യാഗ്രഹ ഈസ് എ ലാൻഡ്മാർക്ക് മൂവ്മെൻറ്റ് അഗെയിൻസ്റ്റ് കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ഇൻ കേരള. നമുക്കറിയാം കേരളത്തിലെ ജാതി വിവേചനത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നിർണായകമായിട്ടുള്ള ഒരു സംഭവമാണ് വൈക്കം സത്യാഗ്രഹ. The movement protested restrictions on lower caste from using public roads near temples. ക്ഷേത്രങ്ങൾക്ക് സമീപത്തുള്ള പൊതുവഴി ജാതിയുടെ പേരിൽ നിഷേധിക്കുന്നതിനെതിരായിട്ടാണ് ഈ സമരം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ഇന്ത്യസ് ഏർലിയസ്റ്റ് ഓർഗനൈസ്ഡ് സ്ട്രഗിൾസ് ഫോർ സോഷ്യൽ ഇക്വാലിറ്റി. ഇന്ത്യയിൽ സാമൂഹിക സമത്വത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിലെ ആദ്യ കാല ചരിത്രത്തിൽ ഉൾപ്പെടുന്നതാണ് വൈക്കം സത്യാഗ്രഹവും. The movement gained national attention and support from leaders like Mahatma Gandhi. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. നമ്മൾ നേരത്തെ കണ്ടതുപോലെ മഹാത്മാഗാന്ധിയെ പോലുള്ള ദേശീയ നേതാക്കളെല്ലാം തന്നെ അതിൻ്റെ ഭാഗമായിട്ട് വന്നിരുന്നു. ഇറ്റ് ലെഡ് ടു ദ സക്സസ്ഫുൾ ഓപ്പണിംഗ് ഓഫ് പബ്ലിക് റോഡ്സ് ടു ഓൾ കാസ്റ്റ്. പിന്നീട് ഈ പൊതുവഴി എല്ലാവർക്കും ജാതി വ്യത്യാസമില്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതിലേക്കൊക്കെ ഈ സമരം നിർണായകമായിട്ടുള്ള പങ്കാണ് വഹിച്ചിട്ടുള്ളത്. The movement set a precedent for future anti-caste and social equality movements and influenced later civil rights movements in India. അപ്പോൾ ഇന്ത്യയിൽ പിന്നീട് ഉണ്ടായിട്ടുള്ള ഈ ജാതി വിവേചനത്തിനെതിരായിട്ടും സാമൂഹിക സമത്വത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾക്കെല്ലാം തന്നെ ഒരു പ്രചോദനമാകുന്ന ഒന്നായിട്ട് വൈക്കം സത്യാഗ്രഹ മാറിയിരുന്നു. ഇറ്റ് ഡെമോൺസ്ട്രേറ്റഡ് ദി എഫക്റ്റീവ്നെസ് ഓഫ് നോൺ വയലന്റ് റെസിസ്റ്റൻസ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സ്ട്രഗിൾസ്. അപ്പോൾ ഇതുകൂടാതെ ഈ അഹിംസയുടെ മാർഗത്തിലുള്ള ഈ സമരത്തിലൂടെ തന്നെ സാമൂഹിക പരിഷ്കരണം സാധ്യമാകും എന്നുള്ളൊരു സന്ദേശം കൂടി ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തിലൂടെ നമ്മൾ കാണുന്നുണ്ട്. What were the key differences in the perspectives of Gandhi and Narayana Guru regarding social reform? ഇനി സാമൂഹിക പരിഷ്കരണത്തെ സംബന്ധിച്ച് ഗാന്ധിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും വീക്ഷണങ്ങളിലുള്ള വ്യത്യാസം എന്തായിരുന്നു? Both Gandhi and Guru opposed caste discrimination, but they had different approaches regarding social reform. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഗാന്ധിയും ശ്രീനാരായണ ഗുരുവും രണ്ടുപേരും ജാതി വിവേചനത്തെ എതിർത്തിരുന്നു. പക്ഷേ സാമൂഹിക പരിഷ്കരണത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ വീക്ഷണങ്ങളാണ് രണ്ടുപേർക്കും ഉണ്ടായിരുന്നത്. ഗാന്ധിസ് അപ്രോച്ച് ഫോക്കസ്ഡ് ഓൺ റിലീജിയസ് റിഫോർമേഷൻ, സീക്കിംഗ് ടു റിഫോം ഹിന്ദുയിസം ഫ്രം വിത്തിൻ. ഗാന്ധി മതപരിഷ്കരണം എന്നുള്ള ഒരു ആശയമാണ് മുന്നോട്ട് വെച്ചത്. അതായത് ജാതീയത ഒഴിവാക്കിക്കൊണ്ട് ഹിന്ദു മതത്തെ പരിഷ്കരിക്കുക എന്നുള്ള ഒരു ആശയമാണ് ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നത്. Gandhi advocated for inter-caste harmony, but initially accepted natural social differences and the existence of different castes. അപ്പോൾ ഇവിടെ ഗുരുവിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് ഗാന്ധിയുടെ അഭിപ്രായത്തിൽ വ്യത്യസ്തമായിട്ടുള്ള കാസ്റ്റുകളുണ്ട്. കാസ്റ്റ് വേണ്ട എന്ന് ഗാന്ധി പറയുന്നില്ല, മറിച്ച് എല്ലാ കാസ്റ്റുകളും ഈക്വൽ ആണ് എന്നാണ് ഗാന്ധി പറയുന്നത്. അത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ഇൻ്റർ കാസ്റ്റ് ഡൈനിങ് പോലുള്ള പ്രവൃത്തികളാണ്. അതായത് വ്യത്യസ്ത ജാതികളിൽ പെട്ടിട്ടുള്ള ആളുകൾ ഒരുമിച്ച് ഇരിക്കുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, അങ്ങനെ ജാതി വ്യത്യാസം ഇല്ലാതാക്കുക എന്നാണ് പറയുന്നത്. ജാതി ഇല്ലാതാക്കുക എന്ന് ഗാന്ധി പറയുന്നില്ല. Narayana Guru's approach focused on self-improvement through education and economic progress. ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ഈ ഇൻ്റർ കാസ്റ്റ് ഡൈനിങ്ങോ അല്ലെങ്കിൽ ഈ പല ജാതികളിൽ പെട്ടിട്ടുള്ള ആളുകൾ ഒരുമിച്ചിരിക്കുക തുടങ്ങിയിട്ടുള്ള അത്തരം സിംബോളിക് ആയിട്ടുള്ള ആക്ടിവിറ്റിക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്, മറിച്ച് ഈ ജാതി വിവേചനം കൊണ്ട് ആളുകൾക്ക് വിദ്യാഭ്യാസം ലഭിക്കാത്ത സാഹചര്യവും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഷ്കരിക്കുക, ഇതുപോലെ ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഗുരു ഫോക്കസ് ചെയ്യുന്നത്. ഗുരു ഡിഡ് നോട്ട് ഇനീഷ്യലി അഡ്വക്കേറ്റ് ഇന്റർകാസ്റ്റ് ഡൈനിങ് ആൻഡ് ഓർ മാരേജസ് ടു അവോയ്ഡ് സോഷ്യൽ കോൺഫ്ലിക്ട്സ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗാന്ധി പറയുന്നത് പോലെ ഇങ്ങനെ പല ജാതികളിൽ പെട്ടിട്ടുള്ള ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് നടക്കാനോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനോ ഒന്നും ഗുരു പറയുന്നില്ല. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ അത് സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് ഗുരു കാണുന്നുണ്ട്. പകരം ഈ ജാതിയുടെ അടിസ്ഥാനത്തിൽ ആളുകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നതിനെയൊക്കെ എതിർത്തുകൊണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് സാമൂഹികമായിട്ടുള്ളൊരു ഉന്നമനം സാധ്യമാക്കുക എന്നുള്ളതാണ് ഗുരു പറയുന്നത്.
Guru did not accept the necessity for different castes. He advocated for a single caste within the religion. ഇതുകൂടാതെ നമുക്ക് വളരെ ഫേമസ് ആയിട്ട് അറിയുന്ന കാര്യമാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്നുള്ളത്. അപ്പോൾ വ്യത്യസ്ത ജാതികൾ വേണം എന്നുള്ളൊരു കാര്യം ഗുരു പറയുന്നില്ല. അങ്ങനെ പല ജാതികളുടെ ആവശ്യമില്ല, ഒരു ജാതി മതി. അതായത് വ്യത്യസ്ത ജാതികൾ തന്നെ ഇല്ലാതാക്കുക എന്നുള്ളൊരു ആശയമാണ് ഗുരു മുന്നോട്ട് വച്ചിരുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഗാന്ധിയുടെയും ഗുരുവിൻ്റെയും വീക്ഷണങ്ങളിലുള്ള വ്യത്യാസം കാണുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഹൗ ഡിഡ് നാരായണ ഗുരുസ് ഫിലോസഫി ചലഞ്ച് ദ ട്രഡീഷണൽ കാസ്റ്റ് സിസ്റ്റം ഇൻ കേരള? ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ എങ്ങനെയാണ് കേരളത്തിലെ ജാതി സമ്പ്രദായത്തെ വെല്ലുവിളിക്കുന്നത്? നാരായണ ഗുരുസ് ഫിലോസഫി വാസ് ഇൻഫ്ലുവൻഷ്യൽ ഇൻ ചലഞ്ചിങ് ആൻഡ് റിഫോമിംഗ് ദ കാസ്റ്റ് സിസ്റ്റം ഇൻ കേരള. നമുക്ക് അറിയാവുന്നതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഫിലോസഫിയും ആശയങ്ങളും കേരളത്തിലുള്ള ജാതി സമ്പ്രദായത്തിനെ പരിഷ്കരിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള കാര്യമാണ്. He advocated one caste, one religion, one God for humanity, rejecting caste-based discrimination. അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വാചകം നമുക്ക് അറിയാവുന്നതാണ്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്നുള്ളത്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ജാതികളായിട്ട് മനുഷ്യരെ തരംതിരിക്കുന്നതിനെ അദ്ദേഹം എതിർത്തു. He established temples open to all castes, breaking the Brahmanical monopoly over religious practices and challenged the belief that only upper castes could perform rituals. ഇതുകൂടാതെ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ തന്നെ നേതൃത്വത്തിൽ ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും നിർമ്മിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ അരുവിപ്പുറത്ത് നടത്തിയിട്ടുള്ള വിഗ്രഹ പ്രതിഷ്ഠയെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആ കാലഘട്ടത്തിൽ ബ്രാഹ്മണർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഈ പൂജാവിധികളും മറ്റു കാര്യങ്ങളൊക്കെ ജാതിഭേദമായിട്ട് എല്ലാവർക്കും ഇതുപോലെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഫിലോസഫിയുമാണ് ശ്രീനാരായണ ഗുരു മുന്നോട്ട് വയ്ക്കുന്നത്. Guru founded schools and ashrams to educate marginalized communities. His philosophy emphasized the importance of education in social reform. ഇതുകൂടാതെ സാമൂഹിക പരിഷ്കരണത്തിന് വിദ്യാഭ്യാസത്തിന് വലിയ പങ്കുണ്ട് എന്നുള്ളതായിരുന്നു ഗുരുവിൻ്റെ ഫിലോസഫി. ഇതിനനുസരിച്ചുകൊണ്ട് അദ്ദേഹം സ്കൂളുകൾ അല്ലെങ്കിൽ ആശ്രമങ്ങളൊക്കെ ഇതുപോലെ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചിരുന്നു. His philosophy encouraged self-respect, financial independence and self-discipline. അപ്പോൾ ഒരു സെൽഫ് ഇംപ്രൂവ്മെൻറ്റിലൂടെയാണ് ഈ സോഷ്യൽ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ളൊരു വീക്ഷണമാണ് ഗുരുവിൻ്റെ ഫിലോസഫിയിൽ കാണുന്നത്. അതായത് വിദ്യാഭ്യാസം നേടിക്കൊണ്ടും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഉന്നമനം നേടിക്കൊണ്ടുമാണ് ഈ ജാതിയുടെ അടിച്ചമർത്തലിൽ നിന്ന് മോചിതരാകാൻ കഴിയുക എന്നുള്ളൊരു സന്ദേശമാണ് ഗുരുവിൻ്റെ ഫിലോസഫിയിൽ പറയുന്നത്. ഗുരു അവോയ്ഡഡ് ഡയറക്റ്റ് എഡ്യൂക്കേഷൻ, എംഫസൈസിങ് കൺസ്ട്രക്റ്റീവ് റിഫോം ഓവർ കൺഫ്രണ്ടേഷൻ. ഇതുകൂടാതെ തന്നെ ഈ സാമൂഹികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യങ്ങളെ ഗുരു ഒഴിവാക്കുന്നു. അതായത് അന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഈ ഇന്റർ കാസ്റ്റ് മാരേജ് പോലുള്ള കാര്യങ്ങൾ ഒന്നും ഇപ്പോൾ അങ്ങനെ ചെയ്യേണ്ടതാണ് ഗുരു പറയുന്നത്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ആ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു കടുത്ത സമീപനം വേണ്ട, പതുക്കെ പതുക്കെ ഈ ഒരു സാമൂഹിക അവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവരാമെന്നുള്ള നിലപാടാണ് ഗുരു സ്വീകരിക്കുന്നത്. Guru's philosophy inspired later social struggles against caste discrimination like the Vaikam Satyagraha. പിന്നെ നമ്മളിവിടെ കണ്ട വൈക്കം സത്യാഗ്രഹ പോലെ പിന്നീട് കേരളത്തിൽ നടന്നിട്ടുള്ള പല ജാതി വിവേചനത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങളിലും ഗുരുവിൻ്റെ ഫിലോസഫിയുടെ സ്വാധീനമുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഗുരുസ് ഫിലോസഫി റീഡിഫൈൻഡ് റിലീജിയൻ ആസ് ആക്സസിബിൾ ടു ഓൾ. അങ്ങനെ ജാതി വിവേചനമില്ലാതെ എല്ലാവർക്കും ഒരു റിലീജിയനകത്ത് തുല്യ സ്ഥാനമാണ് ഉള്ളത് എന്നുള്ളൊരു ഫിലോസഫിയാണ് ഗുരു മുന്നോട്ട് വയ്ക്കുന്നത്. ഇറ്റ് ചലഞ്ച് ദ ട്രഡീഷണൽ കാസ്റ്റ് സിസ്റ്റം ആൻഡ് ഇൻഫ്ലുവൻസ്ഡ് ബോത്ത് നാഷണലിസ്റ്റ് ആൻഡ് ലോക്കൽ കാസ്റ്റ് റിഫോം മൂവ്മെൻറ്റ്സ്. അപ്പോൾ ജാതിയുടെ പേരിൽ ആളുകളെ വേർതിരിക്കുകയും വിവേചനം നടത്തുകയും ചെയ്തിരുന്ന ആ കാലഘട്ടത്തിൽ ജാതി സമ്പ്രദായത്തെ ഗുരുവിൻ്റെ ഫിലോസഫി വെല്ലുവിളിക്കുകയും കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലുടനീളം തന്നെ ഉള്ള ജാതി വിവേചന പോരാട്ടങ്ങളിൽ ഇൻസ്പിറേഷൻ ആവുകയും ചെയ്തതായിട്ട് ഈ ഗുരുവിൻ്റെ ഫിലോസഫി നമ്മൾ കാണുന്നുണ്ട്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, critically read and analyze the conversation between Gandhi and Guru concerning religion and community. മതവും സമുദായവും മുൻനിർത്തിക്കൊണ്ട് ഗാന്ധിയും ഗുരുവും നടത്തിയിട്ടുള്ള ഈ സംഭാഷണത്തെ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. The conversation between Gandhi and Guru centered on caste-based discrimination and social reform. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ജാതി വിവേചനവും അതുപോലെ തന്നെ സാമൂഹിക പരിഷ്കരണവും എന്നീ വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഗാന്ധിയും ഗുരുവും സംസാരിക്കുന്നത്. Despite their agreement in rejecting discrimination and peaceful action, they also had different approaches concerning religion and community.
ഇനി ജാതി വിവേചനത്തെ എതിർക്കുക എന്നുള്ള കാര്യത്തിൽ രണ്ടുപേർക്കും ഒരു അഭിപ്രായമായിരുന്നു. അതുപോലെ സമാധാനപരമായിട്ടുള്ള സമരമാർഗങ്ങൾ ഉപയോഗിക്കുക എന്നതിലും രണ്ടുപേർക്കും ഒരഭിപ്രായമായിരുന്നു. പക്ഷേ ഈ റിലീജിയനും കമ്മ്യൂണിറ്റിയും ആയിട്ടുള്ള വിഷയങ്ങളിൽ രണ്ടുപേർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളതായിട്ട് അല്ലെങ്കിൽ വീക്ഷണങ്ങളുള്ളതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. They discussed whether religious scriptures prescribed untouchability, challenging its religious justification. ഇനി അൺടച്ചബിലിറ്റിക്ക് മതപരമായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഹിന്ദു മതവുമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിലൊന്നും തന്നെ അത് പറയുന്നില്ല എന്നുള്ള ഒരു മറുപടിയാണ് ശ്രീനാരായണ ഗുരു പങ്കുവയ്ക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. Guru focused more on education and economic upliftment than radical structural changes to reform the community. ഇതുകൂടാതെ ഗുരു വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ സാമ്പത്തിക ഉന്നമനത്തിനും വലിയ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതല്ലാതെ ഈ വ്യത്യസ്ത ജാതികൾ തമ്മിലുള്ള ആളുകൾ ഇങ്ങനെ ഇൻ്റർ കാസ്റ്റ് മാരേജ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻ്റർ കാസ്റ്റ് ഡൈനിങ് നടത്തുകയോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ എഡ്യൂക്കേഷനും എക്കണോമിക് അപ്ലിഫ്റ്റ്മെൻറ്റിനുമാണ് ഗുരു പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ കാണുന്നു. Guru and Gandhi had differing views on conversion. Gandhi inquired whether Hinduism was sufficient for salvation, as he considered conversion a spiritual activity. ഇതുകൂടാതെ മതപരിവർത്തനത്തെ സംബന്ധിച്ചിട്ടാണ് രണ്ടുപേരിലും വ്യത്യസ്ത വീക്ഷണങ്ങളുള്ളതായിട്ട് നമ്മൾ കാണുന്നത്. ഗാന്ധി ചോദിക്കുന്നത് ഹിന്ദുമതം ഈ സ്പിരിച്വലായിട്ട് സഫീഷ്യൻ്റ് അല്ലേ, ഹിന്ദു മതത്തിൻ്റെ എന്തെങ്കിലും പോരായ്മകൾ കൊണ്ടാണോ ആളുകൾ ഇങ്ങനെ ഈ വ്യത്യസ്ത മതങ്ങളിലേക്ക് പോകുന്നത്, ഹിന്ദു മതത്തിൽ മോക്ഷം ലഭിക്കില്ലേ എന്നുള്ള രീതിയിലാണ് ഗാന്ധി ചോദിക്കുന്നത്. Guru recognized that conversion provided social freedom and a way to escape caste-based oppression. എന്നാൽ ഗുരുവിൻ്റേത് ഒരു പ്രായോഗിക വീക്ഷണമാണ്. അതായത് ഈ ആത്മീയപരമായിട്ടുള്ള കാരണങ്ങളെക്കാൾ അപ്പുറത്ത് ആ കാലഘട്ടത്തിലുള്ള കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. ഈ കടുത്ത ജാതി വിവേചനവും ഈ ജാതിയുടെ പേരിൽ അടിച്ചമർത്തലിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ആളുകൾ മതപരിവർത്തനം നടത്തുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിയാൻ ഗുരുവിന് സാധിക്കുന്നുണ്ട്. He acknowledged that people converted for worldly freedom and downplayed Gandhi's emphasis on spirituality. അപ്പോൾ അക്കാര്യത്തിൽ ഒരു ആത്മീയ ഗുരു ആയിരുന്നിട്ട് പോലും ഈ ആത്മീയതയുടെ പ്രാധാന്യത്തെ ഗുരു അവിടെ പരിഗണിക്കുന്നില്ല. പകരം ഈ ഭൗതികമായിട്ടുള്ള സാഹചര്യം, ആളുകൾക്ക് സ്വാതന്ത്ര്യമില്ല, ആളുകൾ അടിച്ചമർത്തുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലാണ് ഒരു ആത്മീയ ഗുരു ആയിരുന്നിട്ട് പോലും ശ്രീനാരായണ ഗുരു ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് നമ്മളിവിടെ കാണുന്നു. They had similar views regarding activism, as both Gandhi and Guru advocated for peaceful social reform. ഇനി സമരമാർഗത്തെ സംബന്ധിച്ചിട്ട് രണ്ടുപേർക്കും ഒരേ അഭിപ്രായമായിരുന്നു. രണ്ടുപേരും സമാധാനപരമായിട്ടുള്ള സമരമാർഗങ്ങളെയാണ് പിന്തുണച്ചിരുന്നത്. The discussion highlighted two approaches: Gandhi's religious reformism through direct action and Guru's self-empowerment philosophy through education and economic progress. അപ്പോൾ ഇവരുടെ ഈ ഒരു ഡയലോഗിൽ നിന്ന് നമുക്ക് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങളാണ് കാണുന്നത്. ഗാന്ധിയെ സംബന്ധിച്ചിട്ട് ഈ ഒരു റിലീജിയസ് റിഫോം എന്നുള്ള രീതിയിലാണ് ഗാന്ധി ഈ വിഷയത്തെ സമീപിക്കുന്നത്. ഗുരു ആണെങ്കിൽ ഇതൊരു സോഷ്യൽ റിഫോം എന്നുള്ള രീതിയിൽ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ സെൽഫ് എംപവർമെൻറ്റിനും പ്രാധാന്യം കൊടുത്തിട്ടുള്ള രീതിയിലാണ് ആ വിഷയത്തെ സമീപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.